വരുമോ രക്ഷകൻ സൗഭാഗ്യം. ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗമേഷമായി, തരുമോ രക്ഷകൻ സൗഭാഗ്യം. അർപ്പകരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. അർപ്പകരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മിശിഹായിൽ വാത്സല്യമുള്ള സഹോദരന്മാരെ, കുട്ടികളെ, ഒത്തിരിയേറെ സന്തോഷത്തോടും അതിലേറെ ഭക്തിയോടും കൂടി ഇന്ന് തിരുസഭാ മാതാവ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ വിശുദ്ധ ബലിയിലൂടെ എന്നെ ശ്രവിക്കുന്നവരെയും ഇതിൽ പങ്കുചേരുന്നവരെയും വളരെ സന്തോഷപൂർവം ഈ പരിശുദ്ധ ബലിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ കന്യകാമറിയം നമുക്കൊക്കെ മാതൃസഹജമായ സ്നേഹം നൽകി, പരിരക്ഷണം നൽകി നമ്മളെ കാത്തുപരിപാലിക്കുകയാണ്. എത്രയേറെ തിരുനാളുകളാണ് ഈ അമ്മയുടെ നാമത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത്. പ്രത്യേകിച്ച് അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ, ജനന തിരുനാൾ, സ്വർഗാരോഹണ തിരുനാൾ, ഇതൊക്കെ നമ്മൾ വളരെയേറെ ഭക്തിയോടുകൂടി ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ തന്നെ ഈ ഇടവക ദേവാലയം പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ, അമലോത്ഭവ മാതാവിൻ്റെ നാമത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. നമുക്ക് തന്നെ അനുദിനം എത്രയോ അനുഗ്രഹങ്ങൾ ഈ അമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ജനന തിരുനാളിന് നമ്മുടേതായിട്ടുള്ള ക്രൈസ്തവ പാരമ്പര്യത്തിൽ നമ്മളൊക്കെ പറയാറുള്ളത് ഒരു പുത്തിരി തിരുനാളാണ്. വിളവെടുപ്പത്തിന് ശേഷം ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ ഈ മാതാവിൻ്റെ നന്മകൾക്ക് നമ്മൾ നന്ദി പറയുകയാണ്. നമ്മളൊക്കെ ഓണം ആഘോഷിക്കാറുണ്ട്, പുഷ്പങ്ങൾ ശേഖരിച്ചുകൊണ്ട് പൂക്കളമുണ്ടാക്കാറുണ്ട്. നമ്മുടെയൊക്കെ ക്രൈസ്തവ പാരമ്പര്യത്തിൽ ഹൈന്ദവ ജനങ്ങൾ ഒരുമിച്ച് കൂടി പൂക്കളത്തിനായിട്ട് ശേഖരിക്കുമ്പോൾ നമ്മൾ പൂക്കൾ ശേഖരിച്ചുകൊണ്ട് ഈ അമ്മയെ ഉണ്ണിമാതാവിൻ്റെ രൂപത്തിൽ നമ്മൾ വണങ്ങാറുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് നൽകുന്ന സന്ദേശം ഈ അമ്മയുടെ മാതൃസഹജമായിട്ടുള്ള സംരക്ഷണം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കും. അത് ഈ ലോകത്തിൽ മാത്രമല്ല, സ്വർഗത്തിൽ വെച്ചും ഈ അമ്മയെ നമുക്ക് കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും. ഇന്ന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ വേദനകളും സഹനങ്ങളുമൊക്കെ ഈ അമ്മയുടെ പാദാന്തികത്തിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ കോവിഡ് മാരി മൂലം നമ്മുടെ ലോകത്തിലെ ഒന്നാമത്തെ രോഗബാധിതമായിട്ടുള്ള രാജ്യമായിട്ട് മാറുവാൻ പോവുകയാണ്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഈ സഹനത്തിൽ നിന്ന് ഈ അമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് രക്ഷ നേടുവാനായിട്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ മാതാവിൻ്റെ ജന്മതിരുനാളിൻ്റെ സകലവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഏറ്റ് മനസ്സറിച്ച് ഈ സ്നേഹത്തിൻ്റെ ബലിക്കായിട്ട് ഒരുങ്ങാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ.
ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈകശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു
നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ബലിയിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുന്നത് മനയിൽ പാട്രിക്, സജയ്, പത്യാല അഗസ്റ്റിൻ, ആൻ്റണി സമനീഷ്, പടമാട്ടുമ്മൽ ജോർജ് വിജീഷ്, തൈപ്പറമ്പിൽ ജോമോൻ ജോസഫ്, പള്ളിപ്പറമ്പിൽ ഡെന്നിസ്, 12ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന തുണ്ടത്തിൽ ഭഗത് സിംഗ്, നീനു സിറിൽ. കർത്താവേ, സ്വർഗീയ കൃപാവരാന്താനം അങ്ങേ ദാസർക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനനം റഷ്യയുടെ പാരമ്പര്യമായി തീർന്ന അവർക്ക് ഈ കന്യകയുടെ ജനന തിരുനാൾ സമാധാനത്തിന് വർധന പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ നിന്ന് ജീവിച്ചു വാഴി ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 5-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: ബെത്ലഹേം എഫ്രാത്ത യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിൽക്കുന്നു. പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. അതിനാൽ ഈറ്റുനോവെടുത്തവൾ പ്രസവിക്കുന്നതുവരെ അവൻ അവരെ പരിത്യജിക്കും. പിന്നീട് അവൻ്റെ സഹോദരിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങി വരും. കർത്താവിൻ്റെ ശക്തിയോടെ, തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെ മേയ്ക്കും. ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവചനാകയാൽ അവർ സുരക്ഷിതരായി വസിക്കും. അവൻ നമ്മുടെ സമാധാനമായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിജന സങ്കീർത്തനം. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളുന്നു. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. പരിശുദ്ധയായ കന്യമറിയമേ, അങ്ങ് ഭാഗ്യവതിയും എല്ലാ സ്തുതിയും അർഹയുമാണ്. എന്തെന്നാൽ നീതിസൂര്യനായ യേശുക്രിസ്തു അങ്ങയിൽ ജനിച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശുക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം. അബ്രഹാം ഇസഹാക്കിൻ്റെ പിതാവായിരുന്നു. ഇസഹാക്ക് യാക്കോബിൻ്റെയും യാക്കോബ് യൂദയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. താമാറിൽ നിന്ന് ജനിച്ച പേരസിൻ്റെയും സേറായുടെയും പിതാവായിരുന്നു യൂദ. പേരസ് ഹെസ്രോൻ്റെയും ഹെസ്രോൻ ആരാമിൻ്റെയും പിതാവായിരുന്നു. ആരാം അബിനാദാബിൻ്റെയും അമിനാദാബ് നക്ഷോൻ്റെയും നക്ഷോൻ സൽമോൻ്റെയും പിതാവായിരുന്നു. സൽമോൻ റാഹാബിൽ നിന്ന് ജനിച്ച ബോവാസിൻ്റെയും ബോവാസ് റൂത്തിൽ നിന്ന് ജനിച്ച ഓബദിൻ്റെയും ഓബദ് ജസ്സയുടെയും ജസ്സെ ദാവീദ് രാജാവിൻ്റെയും പിതാവായിരുന്നു. ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച സോളമൻ്റെ പിതാവായിരുന്നു. സോളോമൻ രഹോബാവിൻ്റെയും രഹോബാവം അബിയായുടെയും അബിയ ആസിയായുടെയും പിതാവായിരുന്നു. ആസ യോസപ്പാത്തിൻ്റെയും യോസപ്പാത്ത് യോറോമിൻ്റെയും യോറോം ഓസിയുടെയും ഓസിയ യോദാമിൻ്റെയും യോദാം ആഹാസിൻ്റെയും ആഹാസ് ഹെസക്കിയായുടെയും ഹെസക്കിയ മനാസിയുടെയും
മനാസെ ആമോസിൻ്റെയും ആമോസ് ജോസിയുടെയും പിതാവായിരുന്നു. ബാബിലോൺ പ്രവാസകാലത്ത് ജനിച്ച യാക്കോണിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു ജോസിയ. യാക്കോണിയ ബാബിലോൺ പ്രവാസത്തിനു ശേഷം ജനിച്ച സലാത്തിയേൽ സൊറബാബിൻ്റെയും പിതാവായിരുന്നു. സൊറബാബേൽ അബിയൂദിൻ്റെയും അബിയൂദ് ഏലിയാക്കിമിൻ്റെയും ഏലിയാക്കിം ആസോറിൻ്റെയും ആസോർ സാദോക്കിൻ്റെയും സാദോക്ക് അക്കീമിൻ്റെയും അക്കീം എലിയൂദിൻ്റെയും എലിയൂദ് എലയാസപ്പിൻ്റെയും ഏലയാസർ മദാൻ്റെയും മദാൻ യാക്കോബിൻ്റെയും പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. മലിനം നാദ എന്നെ കഴുകേണേ ഈ ബലിയിൽ നിൻ സ്വന്തമായിടാൻ. നന്മ തന്ന നാളുകൾ നന്ദിയോടെ ഓർത്തിടാം, നേരിൻ വിത്തുകൾ പാകിടാം, നൽഫലങ്ങൾ കൊയ്തിടാം. നിന്നെ മറന്നു പോകുകിൽ എൻ വിളവുകൾ കളയായിടും. എന്നും ബലത്തിൻ ഓർമ്മയിൽ കണ്ണീരു കാഴ്ചയായിടും. ഈ സ്നേഹദാനമേകിടുന്നു, സ്വീകരിച്ചിടണേ. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, വിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനനം സന്തോഷത്തോടെ ആഘോഷിച്ചുകൊണ്ട് ഞങ്ങളുടെ കാണിക്കകൾ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം ധരിക്കാൻ തിരുവള്ളമായ അങ്ങേ പുത്രൻ്റെ മനുഷ്യപ്രകൃതി ഞങ്ങൾക്ക് സഹായമാകട്ടെ എന്ന് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. സകല വിശുദ്ധരുടെയും സ്തുതിപ്പിൽ പങ്കുചേർന്ന് വിസ്മയാവഹനമായ അങ്ങയെ പ്രകീർത്തിക്കുന്നതും സർവോപരി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് അങ്ങയുടെ തന്നെ കാരുണ്യം പ്രീതികരമായ പ്രഘോഷണം വഴി മഹത്വപ്പെടുത്തുന്നതും യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചുകൊണ്ട് അവൾ വഴി മനുഷ്യരക്ഷയുടെ ഉടയവനായ അങ്ങേ പുത്രനും ഞങ്ങളെ കർത്താവുമായ യേശുക്രിസ്തുവിനെ പ്രദാനം ചെയ്തപ്പോൾ സത്യമായും ലോകസമക്ഷം അങ്ങ് മഹത്തായ കാര്യങ്ങൾ നിർവഹിക്കുകയും അങ്ങേ കാരുണ്യത്തിൻ്റെ സമൃദ്ധി യുഗങ്ങൾ തോറും വ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങേ മഹിമയെ ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ എന്നെയും എന്നെന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ
പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമമതിൽ വരുവോനേറ്റം ധന്യനുമാം ഹോസാന ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന ഹോസാന ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന 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 ഹോസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞഗണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങ് സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത്
നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാലിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം കരുവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തിരക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നാം ഭാഗ്യവാന്മാർ. കർത്താവെ, അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല.
അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരം രക്തവും നിത്യത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയുംക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. സ്വന്തദേഹം വാഴ്ത്തി മുറിച്ചേകും മനസ്സിലെ ദീപമായി ജ്വാല പകർന്നിടും മരുഭൂമിൽ നീങ്ങും മർത്യനുമേഘത്തണലേകും ദിവ്യകാരുണ്യം വിണ്ണിൻ സമ്മാനം ദിവ്യകാരുണ്യം മണ്ണിൻ സായുജ്യം ഇടയന്റെ കാവലായി അലിവൂറും സ്നേഹമായി അരികിലായുള്ളിലായി ദിവ്യകൂദാശയായി അവനിയിൽ സ്നേഹമായി ചേർന്നു നിന്നിടുമേ എൻ ജീവൻ പൊതിയും വാത്സല്യത്തിൻ സാഗരം ദിവ്യകാരുണ്യം സമ്മാനം ദിവ്യകാരുണ്യം മണ്ണിൻ സായുജ്യം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ജാതനായ ഏകപുത്രൻ്റെ മനുഷ്യപ്രകൃതി ഞങ്ങളുടെ സഹായത്തിന് വരട്ടെ. അവിടുന്ന് പരിശുദ്ധ കന്യകയിൽ നിന്ന് ജന്മമെടുത്തപ്പോൾ അവളുടെ കന്യാത്വത്തിൻ്റെ സമഗ്രത കുറയ്ക്കാതെ പവിത്രീകരിച്ചുവല്ലോ. അവിടുന്ന് ഞങ്ങളിൽ നിന്ന് ദുഷ്പ്രവൃത്തികൾ ഇപ്പോൾ നീക്കിക്കളഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സമർപ്പണം അങ്ങേക്ക് സ്വീകാര്യമാകുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. മിശിഹായിൽ വാത്സല്യമുള്ളവരെ, ഈ പുണ്യദിനത്തിൻ്റെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജന്മത്തിരുനാളിൻ്റെ സകലവിധ മംഗളങ്ങളും ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും നേരുകയാണ്. ഈ അമ്മയോടുള്ള ഭക്തിയിൽ നമുക്ക് അനുദിനം വളരുവാനായിട്ട് പരിശ്രമിക്കാം.
ഇന്ന ദിവസം നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്നവരെയും ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷിക ദിനം ആഘോഷിക്കുന്നവരെയും പ്രത്യേകിച്ച് മരിച്ചവരുടെ ചരമവാർഷികം ആഘോഷിക്കുന്ന കുടുംബങ്ങളെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവിൻ്റെ കാരുണ്യവും കരുണയും ആശീർവാദവും മാധ്യസ്ഥവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങളിലും ധാരാളമായിട്ടുണ്ടാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുകൊള്ളണമേ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.